എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 3 21ാമത്തെ എപ്പിസോഡാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ മാക്സിമം കമന്റ് ഒക്കെ ഇടുക, ലൈക്ക് ഒക്കെ ചെയ്യുക. എന്നാലേ എന്റെ വീഡിയോ കൂടുതൽ ആൾക്കാരുടെ അടുത്തേക്ക് റെക്കമെൻഡ് ചെയ്യും. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു യോഷിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുറക്കുന്നതിനെ കാണിക്കുന്നത് നമ്മുടെ അടുത്ത മിഷൻ മൂണിലേക്ക് പോകാൻ വേണ്ടി ഉള്ളതാണെന്ന് പറയുന്ന സേക്കുനെയാണ്. ഇത് തന്നെ നമ്മൾ എങ്ങനെ മൂണിൽ പോകുമെന്ന് എല്ലാ ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സയൻസ് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്യും. നമ്മുടെ സേക്ക് പറയുകയാണ്. ഒക്കെ കേട്ടിട്ട് എല്ലാ ആൾക്കാരും അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് എക്സൈറ്റഡ് ആകുകയാണ്. അപ്പോൾ മൂണിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് റോക്കറ്റ് ഉണ്ടാക്കണം. റോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരുപാടധികം മെറ്റീരിയൽസിന്റെ ആവശ്യമുണ്ട് എന്ന് നമ്മുടെ സേക്ക് പറയുകയാണ്. അതേ സമയത്ത് തന്നെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഐലൻഡ് യാത്രയുള്ള എല്ലാ ആൾക്കാരെ റിവൈവ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അല്ലെ, സേക്ക് ഒക്കെ റിവൈവ് ചെയ്ത ആ ക്യാരക്ടറിന്റെ പേര് മാറ്റ്സുക്കാസ് എന്നാണ്. നമ്മുടെ ഗീണറാണെങ്കിൽ ഓവറായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മുടെ മാട്സുക്കാച്ചയുടെ മുമ്പിൽ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞ മന്ത്രം എല്ലാവർക്കും അറിയാമെങ്കിൽ അഥവാ നമ്മൾ കല്ലായിട്ട് മറിയാൻ നമുക്ക് തിരിച്ച് വീണ്ടും മനുഷ്യനാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് മാട്സുക്കാച്ച മനസ്സിൽ വിചാരിക്കുകയാണ്. ഈ പറഞ്ഞില്ലേ ഒരുപാടധികം പെട്രിഫിക്കേഷൻ വെപ്പൺ താഴേക്ക് വന്ന് വീണെന്ന് ക്രോം ചോദിക്കുന്നു. ഒരുപാടധികം വെപ്പൺസ് വീണായിരുന്നു, പക്ഷെ മാസ്റ്റർ പറഞ്ഞു അതെല്ലാം ഡിസ്ട്രോയ് ചെയ്ത് കളയണമെന്ന്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. നമ്മുടെ ഇരിക്കുന്നതാണ് അവസാനത്തെ വെപ്പൺ എന്ന് നമ്മുടെ ഗീണറോ മനസ്സിൽ വിചാരിക്കുകയാണ്. ശരി, നമ്മളെല്ലാവരും റിവൈവ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി തിരിച്ച് നമ്മുടെ ഐലൻഡിലേക്ക് പോകാം എന്ന് നമ്മുടെ സേക്ക് പറയുകയാണ്. നമ്മുടെ സോയസ് ഭയങ്കരധികം വിഷമത്തോടെ നിൽക്കുകയാണ്. കാരണം ഐലൻഡിൽ നിന്ന് പോകാൻ വേണ്ടി പോകുകയാണ്. അവിടെ തന്നെ നമ്മുടെ സോയസ് ആണെങ്കിൽ അവന്റെ അച്ഛനായിട്ടുള്ള മാസ്റ്റർ അടുത്തേക്ക് പോയിരിക്കും. നിങ്ങൾ എന്തിനാ ഈ സെക്യൂരിറ്റിനെയൊക്കെ റിവൈവ് ചെയ്യുന്നത് നമ്മുടെ കീനോ ചോദിക്കുന്ന സമയത്ത് ബാഡ് ഗൈസ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബാർക്കിന്റെ ഓർഡർ കേട്ടതുകൊണ്ടാണ്, അല്ലാതെ ഇവർ നല്ല ആൾക്കാരാണ് എന്ന് നമ്മുടെ റിയൂഷി പറയുന്നത്. നമ്മുടെ കിരാസാമി സോയോസിന്റെ അടുത്തേക്ക് പോകുകയാണ്. സോയോസ്, നിങ്ങൾ തിരിച്ചു വന്നതിന് വളരെയധികം നന്ദിയാണ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും നമ്മുടെ സോയോസിന് മുമ്പിൽ തല വണങ്ങിയിരിക്കും. ഇവിടെ ചേർന്നിട്ട് നമ്മുടെ സോയോസിനെ അടുത്ത മാസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അവന്റെ അച്ഛൻ കല്ലായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ഒരുപാട് വിഷമത്തിലായിരിക്കുമല്ലോ എന്ന് നമ്മുടെ സ്വീക സേക്കിനോട് ചോദിക്കുന്നു. ബാക്കിയുള്ളവരും ഈ ഐലൻഡിൽ നിന്ന് പോകാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ബിൽഡ് ചെയ്യുന്നത് അത്ര ഈസിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മാൻ പവർ വേണം. ഈ ഐലൻഡിലുള്ളവരെ കിൻഡോ ഓഫ് സയൻസിൽ ജോയിൻ ചെയ്യിപ്പിക്കണം. അവരെ എല്ലാവരെയും കൊണ്ട് നമുക്ക് ജോലി ചെയ്യിപ്പിക്കണം എന്ന് നമ്മുടെ സേക്ക് മനസ്സിൽ ചിന്തിക്കുകയാണ്. സേക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ എന്തോ ഉണ്ട് എന്ന് വേണ്ടി നമ്മുടെ സ്വീക പേടിക്കുന്നു. വില്ലേജിലുള്ള ആൾക്കാരൊക്കെ ബാർക്കിന്റെ പിടിയിൽ നിന്ന് ഇപ്പോഴാണ് കുറച്ച് ഫ്രീഡം ആയിട്ട്. ഇനി അവരെ അടിമപ്പെടുത്തി ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്ന് റൂക്കിയുടെ അച്ഛൻ പറയുന്നു. കേട്ടാ, നമ്മുടെ സേക്ക് പറയുകയാണ് നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യിപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ എന്റെ സയൻസ് അവരെ കാണിക്കുന്നു. എന്നിട്ട് അവർക്ക് ഒരു ചോയ്സ് കൊടുക്കുകയാണ്, ജോയിൻ ചെയ്യണോ വേണ്ട എന്നുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ സോയസ് പറയുകയാണ് ഞാൻ വില്ലേജിലുള്ള ആൾക്കാരോടൊക്കെ പോയി സംസാരിക്കാം. ഈ ഐലൻഡിൽ ഈ സാധനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേക്ക് ആണെങ്കിൽ ബ്ലൂ പ്രിന്റ് നമ്മുടെ സോയോസിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ബ്ലൂ പ്രിന്റ് എന്നെയും കൂടെ കാണിക്കും, ഞാനും ഇതിൽ ജോലി ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാസ്കി പുറകെ കിടന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സോയോസ് ആണെങ്കിൽ വില്ലേജേഴ്സ് ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തിലേക്ക് പോയിട്ട് സയൻസിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് വേണം. സോ നിങ്ങൾക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ എന്ന് നമ്മുടെ സോയോസ് ചോദിക്കും. ശരി എന്ന് പറഞ്ഞിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോഷ്യൽ സ്ഥലം കളക്ട് ചെയ്യുന്നത് വില്ലേജേഴ്സും സയൻസിന്റെ കാര്യങ്ങളെല്ലാം സേക്കും ടീമും നോക്കുകയാണ്. അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഒരു ജനറേറ്റർ ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ക്രോം ചിന്തിക്കുന്നത് സേക്കു എവിടെയാണെന്ന്. സേക്കുനെ തപ്പി ക്രോം പോകുന്ന സമയത്ത് നമ്മുടെ സേക്കു ലാബിലുണ്ട്. സമയത്ത് നമ്മുടെ സേക്കു ഒരുപാടധികം ജോലി ചെയ്ത് വളരെയധികം ക്ഷീണിച്ചിരിക്കുകയാണ്. വെള്ളം കുടിച്ചിട്ട് ബാക്കി ജോലി ചെയ്യാൻ വേണ്ടി ക്രോം നമ്മുടെ സേക്കുനോട് പറയുകയാണ്. സോ അങ്ങനെ വെള്ളം നമ്മുടെ സേക്കു കുടിക്കുന്ന സമയത്ത് നമ്മുടെ സേക്കു നോർമൽ ആകുകയാണ്. കൂളിംഗ് ആയിട്ട് വെക്കാൻ വേണ്ടി നമ്മുടെ സേക്കു ആണെങ്കിൽ അവിടെ ഡ്രൈ ഐസ് വെച്ചിരിക്കുകയാണ്. പൗഡർ, മാഗ്നീഷ്യം, സാൾട്ട് ഇത് വെച്ചിട്ട് നീ എന്ത് ചെയ്യാൻ വേണ്ടി പോകുകയാണെന്ന് നമ്മുടെ ക്രോം ചോദിക്കുന്നു. നിന്റെ പണ്ടത്തെ ആ മാജിക് അത് ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുകയാണ് എന്ന് നമ്മുടെ സേക്കു പറയുന്നത്. നമ്മുടെ ക്രോം പണ്ടാണെങ്കിൽ ഒരുപാടധികം തീ ഇങ്ങനെ വേറെ വേറെ കളറിൽ കാണിച്ചില്ലായിരുന്നു. ആ സംഭവമാണ് സേക്കു ഉദ്ദേശിക്കുന്നത്. വെച്ചിട്ടാണോ നമ്മുടെ അടുത്ത പ്രൊജക്ട് എന്ന് നമ്മുടെ ക്രോം ചോദിക്കാം. എന്ത് പ്രൊജക്ട് എന്ന് നമ്മുടെ ഗെന്നിന് മനസ്സിലാക്കിയ ജസ്റ്റിനെ നമ്മുടെ ഇടയിൽ കൊണ്ടുവരണം. അത് അവൻ ചെയ്തിട്ട് ഞാൻ എന്റെ കാര്യം ചെയ്യാം. ഇത് ചെയ്യണമെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രാൻചോ അവിടെ നിന്ന് നടന്നു പോകുകയാണ്. ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് നമ്മുടെ ഗെന്നി ചോദിക്കുന്നു. ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ജനറേറ്റർ ഉണ്ടാക്കി ഒരു ടവർ ഉണ്ടാക്കി സിഗ്നൽ വിടുന്നത് പോലെ ചെയ്യുകയാണ്. രസാമി കടലിൽ കുറച്ച് ദൂരെ പോയി നിന്ന് കയ്യിലുണ്ടായിരുന്ന മൈക്ക് ഉപയോഗിച്ച് സംസാരിക്കുന്ന സമയത്ത് ഐലൻഡിലുള്ള ഒരു സ്പീക്കർ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഐലൻഡിലുള്ള എല്ലാ ആൾക്കാർക്കും കേൾക്കാൻ വേണ്ടി സാധിക്കുന്നു. കാണുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്ക് അത്ഭുതവും അതുപോലെ തന്നെ സന്തോഷവും. എല്ലാ ആൾക്കാരെയും ഇവരുടെ കിൻഡോ സയൻസിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കണം. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗെന്നാണെങ്കിൽ ഒരു കോട്ടൺ ക്യാൻഡി ഷോപ്പ് ഇടുകയാണ്, ഒരു രാമൻ ഷോപ്പ് ഇടുകയാണ്. ഇതുവരെ കാണാത്ത ഫുഡ്സ് ഒക്കെ ഇവർക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് മന്തി ഇഷ്ടപ്പെടുകയാണ്. ഇതിന്റെ ടേസ്റ്റ് ഒക്കെ വളരെയധികം അമേസിംഗ് ആയിട്ടുണ്ടെന്ന് വില്ലേജിലുള്ള ആൾക്കാരൊക്കെ പറയുകയാണ്. ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കാത്ത ഒരു പെൺകുട്ടിക്കാണെങ്കിൽ നമ്മുടെ സ്വീക്ക് അവളുടെ മാസ്ക് കൊടുക്കുകയാണ്. ആ സമയത്ത് ആ പെൺകുട്ടിക്ക് ഇപ്പൊ കണ്ണ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സയൻസ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് എല്ലാ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗെന്നും ബാക്കിയുള്ളവരും ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നോക്കാൻ വേണ്ടി നമ്മുടെ സേക്ക് വരികയാണ്. നമ്മുടെ ഇടയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മുടെ ഗെന്നു പറയുന്നു. സംസാരിച്ച കാര്യങ്ങളൊക്കെ നീ കേട്ടു എന്ന് നമ്മുടെ സേക്കു പറയുന്നു. എനിക്ക് നിങ്ങളോട് ഇനി വരാൻ വേണ്ടി സാധിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം എനിക്ക് ഈ വില്ലേജസിനെ നോക്കണം, കാര്യങ്ങളൊക്കെ എനിക്ക് വില്ലേജസിനെ കാണിച്ചു കൊടുക്കണം എന്ന് നമ്മുടെ സോയോ സേക്കിനോട് പറയുന്നു. കാരണം നിന്റെ ആഗ്രഹമെങ്കിൽ അത് തന്നെ നീ ചെയ്തോ, താങ്ക്സ് എന്ന് നമ്മുടെ സോയോസ് പറയുന്ന സമയത്ത് ഫ്രണ്ട്സിന്റെ ഒന്നും ആവശ്യമില്ല, ഈ മുഴുവൻ വേൾഡും ഞാൻ റിവൈവ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഐലൻഡിനെ നോക്കി നടത്തിയാൽ അതെനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് നമ്മുടെ സേക്കു പറയുന്നു. എല്ലാവരുടെ സപ്പോർട്ടും നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും എന്ന് നമ്മുടെ സോയോ സേക്കിനോട് നിങ്ങളുടെ കൂടെ ഉണ്ട് മാസ്റ്റർ എന്ന് അമാലിസിസും കിരാസാമിയും പറയുകയാണ്. ലോകം മുഴുവനും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നിന്നെപ്പോൾ
പോലെയുള്ള ഒരു വാരിയറിന് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് കിരാസാമിയോട് സോയോസ് പറയും. നിന്നെ പോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെമ്പറിനെ എൻ്റെ ടീമിന് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കീനോർ അവിടെ കിടന്ന് എന്തൊക്കെയോ കോപ്പറത്തരം കാണിച്ചു. നമ്മുടെ കീനോർ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നത് മാർട്സുകാട്സ് കണ്ടിട്ട് നമ്മുടെ ര്യൂഷി ഗെന്നു അവരെ കളിയായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ് എല്ലാം ഓഫ് ആകുന്നത്. പെട്ടെന്ന് ലൈറ്റ് എല്ലാം എവിടെ പോയി എന്ന് വേണ്ടി എല്ലാ ആൾക്കാരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സയൻസിന്റെ പവർ ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. സോ നിങ്ങൾ എല്ലാവരും കണ്ടത് എൻജോയ് ചെയ്യുന്ന നമ്മുടെ ക്രോ മൈക്കിൽ കൂടെ വിളിച്ചു. അത് ഫയർ വർക്ക്സ് ആയിരുന്നു. സോ ആദ്യം ഇതൊക്കെ കാണുന്ന സമയത്ത് എല്ലാവരും പേടിക്കുന്നുണ്ടെങ്കിൽ അവരും ആ കളറൊക്കെ കണ്ടിട്ട് അത് ഇഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങുകയാണ്. കാണുന്ന സമയത്ത് വളരെയധികം രസമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഐലൻഡിലുള്ള എല്ലാ ആൾക്കാരും അത് എൻജോയ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. സോ ഇനി ഇത് ഒരിക്കലും കാണാൻ വേണ്ടി സാധിക്കത്തില്ലെന്ന് വിചാരിച്ചേ എന്ന് നമ്മുടെ യൂസൂറിയ മനസ്സിൽ ചിന്തിക്കുകയാണ്. സോയോസ് ഈ ഫയർ വർക്ക്സ് നല്ല ആത്മീയ കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ ഫയർ വർക്ക്സ് എന്ന് ട്രഡീഷണലി പറഞ്ഞിട്ട് എല്ലാവർക്കും സന്തോഷം കൂടെ കൊണ്ടുവരുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. എന്തൊക്കെയാണെങ്കിലും സേക്കു ഇത് റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് സേക്കു റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ കെന്ന് മനസ്സിൽ ചിന്തിക്കുന്നു. സോയോസ് ആണെങ്കിൽ ആ ഫയർ വർക്ക്സ് ഒക്കെ കാണുന്ന സമയത്ത് അവന്റെ അച്ഛന് മനസ്സിൽ ചിന്തിക്കുകയാണ്. ഫയർ വർക്ക്സ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മുടെ സേക്കു ഒരു ഫ്ലാഷ് ബാക്ക് ചിന്തിക്കുകയാണ്. ജേക്കു അങ്ങോട്ട് നോക്കി ഇനി അടുത്തതായിട്ട് വരാൻ വേണ്ടി പോകുന്നത് ഒരു സ്മൈലി ഫേസ് ആണ് എന്ന് ബാക്കിയോ പറയുകയാണ്. അതിന്റെ ഡയാമീറ്റർ സോഡിയം ഹൈഡ്രേറ്റ് ചേർത്തത് കൊണ്ടാണ് അതിന് യെല്ലോ കളർ, ഒപ്റ്റിയം ചേർത്തത് കൊണ്ടാണ് അതിന് ഗ്രീൻ കളർ. നമ്മുടെ സേക്കു പറയുകയാണ് ഒരു പ്രീ സ്കൂളർ പറയേണ്ട കാര്യമാണോടാ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ ബാക്കിയോ സേക്കുനുണ്ട്. പ്രായമായിട്ടും ഒരു പ്രീ സ്കൂളറിനെ പോലെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് എന്ന് നമ്മുടെ സേക്കു പറയുന്നു. ഇത് കേട്ട ബാക്കി പറയുകയാണ് ഒരാൾ കഷ്ടപ്പെട്ടിട്ട് ഈ സാധനം ക്രിയേറ്റ് ചെയ്തതിന് ഒരേ ഒരു കാരണം, ഈ സാധനം ആകാശത്ത് പോയി പൊട്ടുന്ന സമയത്ത് എല്ലാ ആൾക്കാരുടെ മുഖത്ത് ചിരിയും സന്തോഷവും ഉണ്ടാക്കണം. അവർക്ക് എത്ര പേർക്ക് സന്തോഷം കൊടുക്കുന്നെന്ന് നീ നോക്കി. ബാക്കി പറഞ്ഞ കാര്യം നമ്മുടെ സേക്കു ചിന്തിച്ചിട്ട് ആ മരത്തിന്റെ അടുത്ത് പോയി നിൽക്കുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ സേക്കുവിന്റെ പുറകെ കൊഹാക്കു അങ്ങോട്ട് വരികയാണ്. ബാക്കി അവന്റെ ടീമും ഈ സ്ഥലത്ത് ആദ്യമായിട്ട് വന്നിട്ട് ഇവിടെ തന്നെ ജീവിച്ചിട്ട് ഇവിടെ തന്നെ മരിച്ചു എന്ന് നമ്മുടെ സേക്കു ചിന്തിക്കുന്നു. കേട്ടാ കൊഹാക്കു പറയുകയാണ് ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം മരിക്കുകയും ചെയ്യുമെന്ന്. എല്ലാവരും മരിക്കും, പക്ഷെ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഒരുപാടധികം കാര്യങ്ങൾ നമുക്ക് വിട്ടു തന്നിട്ടാണ് പോയിരിക്കുന്നത് എന്ന് നമ്മുടെ കൊഹാക്കു പറയുന്നു. എന്റെ അച്ഛനായിട്ടുള്ള ബാക്കിയും അവന്റെ ടീമും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരവും ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നമ്മുടെ കൊഹാക്കു പറയുന്നു. നമ്മുടെ കൊഹാക്കു പറയുകയാണ് ഇതിന്റെ സമയത്ത് തന്നെ നമ്മുടെ സേക്കു ആണെങ്കിൽ സൺറൈസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉള്ളതുപോലെ തന്നെ ഈ ഐലൻഡ് ഒരു ട്രഷർ ഐലൻഡ് തന്നെയാണ് എന്ന് നമ്മുടെ കൊഹാക്കു പറയുന്നു. കാണിക്കുന്നത് അടുത്ത ദിവസമാണ് നമ്മുടെ സേക്കു ബാക്കിയുള്ള ഒരു ഐലൻഡിലുള്ള ആൾക്കാരോട് ടാറ്റ ബൈ പറഞ്ഞിട്ട് അവരുടെ സ്ഥലത്തിലേക്ക് പോവുകയാണ്. പെർമനന്റ് ഗുഡ് ബൈ അല്ല, ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ എല്ലാവരും കിൻഡം ഓഫ് സയൻസിന്റെ മെമ്പേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും വിഷമിക്കല്ലേ, ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഹീറോ മൈക്ക് യൂസ് ചെയ്ത സ്പീക്കറിൽ കൂടെ എല്ലാവരോടും പറയുകയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന റോക്കറ്റ് അഥവാ മിനി സ്പേസ് പേരായിരിക്കും പോകാൻ വേണ്ടി പോകുന്നത്. ആരാണെന്ന് നമ്മളിപ്പോൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് ഉറപ്പായിട്ട് ഒരു പൈലറ്റിന്റെ ആവശ്യം വരും, അത് ഞാൻ തന്നെയാണ് എന്ന് നമ്മുടെ റിയൂഷി പറയുന്നു. നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഫ്ലൈയിങ് ഷിപ്പാണോ, അത് ഏത് ഷേപ്പിലായിരിക്കും ഉള്ളേ എന്ന് നമ്മുടെ കാസ്കി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹോട്ട് എയർ ബലൂണിനെ പോലെ ഇരിക്കുമോ എന്ന് നമ്മുടെ ക്രോം ചോദിക്കുന്ന സമയത്ത് ഏകദേശം അതുപോലെ ഇരിക്കും എന്ന് നമ്മുടെ ഓക്കെ പറയും. അത് പോകാൻ വേണ്ടി പോകുന്നത് ഒരു ബെസ്റ്റ് സയന്റിസ്റ്റ് ആയിരിക്കണം. ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് സയന്റിസ്റ്റ് ആരാണോ ആ ആള് പോകണം. ബേസിലി സേക്കു അത് നീ തന്നെയല്ലേ, അത് നിന്റെ വയലിൽ നിന്ന് പറയാൻ വേണ്ടി വയ്യ എന്ന് നമ്മുടെ ഗെന്ന് ചോദിക്കുന്നു. വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല, അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഫൈറ്റ് ഒക്കെ അറിയാവുന്ന ഒരാളെ വേണം മൂന്നാമത് കൊണ്ടുപോകാൻ എന്ന് നമ്മുടെ ഓക്കെ പറയുന്നു. കേട്ടോ മാഗ്മ പറയുകയാണ് ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ വെക്കണം. സോ അതിൽ വിജയിക്കുന്ന ആരാണോ അവരാണ് സ്ട്രോങ്, അവരെ കൊണ്ടുപോകണം. വേസ്റ്റ് ഓഫ് ടൈം ആണ്. സോ ഇവിടെ ഉള്ളതിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആരാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ സേക്ക് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുക്കാച്ചയുടെ സിസ്റ്ററിനെയാണ്. അവളാണെങ്കിൽ മലയുടെ മുകളിൽ നിന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ഇവർ വരുന്ന ഷിപ്പ് അവൾ നോട്ടീസ് ചെയ്യുന്നത്. എല്ലാവരും വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുക്കാച്ചയുടെ സിസ്റ്റർ എല്ലാ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരികയാണ്. സമയത്ത് തന്നെ നമ്മുടെ കീനോറാണെങ്കിൽ ഷിപ്പിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് മാസ്സായിട്ട് പറയുകയാണ് നിനക്കറിയാമോ ഞങ്ങളുടെ ഡേഞ്ചറസ് ആയിട്ടുള്ള അഡ്വഞ്ചർ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവനെന്തോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വില്ലേജ് ചീഫിനെ പോലെ ഇവന് പ്രാന്ത് വല്ലതും ആണോ എന്ന് നമ്മുടെ മാഗ്മ മനസ്സിൽ ശ്രദ്ധിക്കുകയാണ്. അവരെയൊക്കെ തലയിലൊക്കെ ക്രാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ എങ്ങനെയാണ് ഹീൽ ചെയ്തതെന്ന് പറഞ്ഞ് എല്ലാ ആൾക്കാരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്രിഫിക്കേഷൻ വെപ്പണും ഉണ്ട്, അഥവാ പെട്രിഫൈ ആയാൽ അത് റിവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള നൈട്രിക് ആസിഡ് നമ്മുടെ വേണമെങ്കിൽ ഹീൽ ചെയ്യാം എന്ന് നമ്മുടെ ക്രോ പറയുകയാണ്. ഹീൽ ചെയ്യുന്ന വെപ്പൺ അപ്പോൾ ഇത് വെച്ചിട്ട് എന്റെ ബ്രദറായിട്ടുള്ള സുക്കാച്ചനെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കുമോ എന്ന് സുക്കാച്ചയുടെ സിസ്റ്റർ ചോദിക്കും. നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മെമ്പർ, സ്ട്രോങ്ങസ്റ്റ് പ്രൈമേറ്റ് ഹൈസ്കൂളർ സുക്കാച്ച എന്ന് നമ്മുടെ സേക്ക് പറയുകയാണ്. ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. മരിക്കാറായിട്ടുണ്ടായിരുന്ന നമ്മുടെ സുക്കാച്ചനെയാണ് ബീം യൂസ് ചെയ്തിട്ട് ഇനി ഈസി ആയിട്ട് തന്നെ റിവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ സീസൺ 3 ഒരു എപ്പിസോഡ്സും കൂടെ ഉള്ളൂ. സോ അത് കഴിയുന്ന സമയത്ത് സീസൺ 3 അവസാനിക്കുന്നതായിരിക്കും. സീസൺ 4 ഉണ്ട്. സീസൺ 4 ചെയ്യണമെങ്കിൽ ഈ വീഡിയോസിനൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് വേണം, എന്നാൽ മാത്രമേ ഞാൻ സീസൺ 4 ചെയ്യത്തുള്ളൂ. ഈ സീസൺ ആദ്യം വരാൻ വേണ്ടിയുള്ള ഒരു എപ്പിസോഡും പിന്നെ അതുപോലെ തന്നെ സീസൺ 4ന്റെ ഫസ്റ്റ് എപ്പിസോഡിന്റെ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി വെച്ച് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഞാൻ ചെയ്യത്തുള്ളൂ. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നവരിക്കും. ബൈ.